3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനം ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ കമ്മ്യൂണിസം എന്ന ശസ്ത്രബോധം പുതുതലമുറ ഉൾപ്പെടുന്ന ജനങ്ങളിലേക്ക് പകരാൻ കഴിഞ്ഞു. ഒരു ഗവൺമെന്റിന് ദിശാബോധം നൽകുന്ന നയരേഖ കൂടി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പാർട്ടിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയത് ജനാധിപത്യത്തിന് തന്നെ മാതൃകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തെ വലിയ തോതിൽ ഇളക്കിമറിച്ച, ചെങ്കടലാക്കി മാറ്റിയ വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ കാണാനായത്. അത്ര വലിയ വിജയത്തിലേക്കാണ് ആ സംസ്ഥാന സമ്മേളനം വലിയ വിജയമായിട്ടാണ് അവസാനിച്ചത്. ഏതൊക്കെ തരത്തിലാണ് CPIMൻ്റെ വിലയിരുത്തൽ? സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സമ്മേളനം പങ്കുവച്ച രാഷ്ട്രീയം, സംഘടനാപരമായ വളർച്ചയും സംഘടനാപരമായ ചർച്ചകളും, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച പൊതുചർച്ചകൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന, അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഈ സമ്മേളനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മികവ്, അത് ഏതൊക്കെ തരത്തിൽ അവിടെ തുടർന്നങ്ങോട്ട് CPIMന് കരുത്തു പകരുന്നതായി മാറും? ഏതൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുകളാണ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത്? അതായത് പഴയ തലമുറയെയും യുവതലമുറയ്ക്കും ശരിയായ ദിശ, ഇതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ നയരേഖ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ മാത്രമല്ല, അത് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ബദലുകൾ നിർദ്ദേശിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട്, അദ്ദേഹം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് PB അംഗം കൂടിയായ പിണറായി വിജയൻ തന്റെ ഗവൺമെന്റിന്റെ ആശയങ്ങൾ ഇതാണ് ചെയ്യുക എന്ന് അത് ജനങ്ങളോട്, പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും പറഞ്ഞ് അംഗീകാരം വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാത്ത ഒരു നയം. അത് ജനങ്ങളെ ഭയക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന പാർട്ടിയാണ് CPM. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി അഹോരാത്രം പണിയെടുക്കുന്നത്. ഈ ഒരു സന്ദേശം പകരുകയായിരുന്നു ഈ കൊല്ലത്ത് 3 പതിറ്റാണ്ടിന് ശേഷം ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യം. അതില് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിച്ചു വന്നത്. ഇപ്പോൾ യാതൊരു മാധ്യമങ്ങളുടെ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് പോലും അതിലൊന്നും പെടാതെ വളരെ വൃത്തിയായിട്ടും ഐക്യത്തോടു കൂടി ഒരു സംസ്ഥാന സമ്മേളനം പൂർത്തീകരിക്കാൻ പറ്റിയെന്നുള്ളത്, ലക്ഷക്കണക്കിന് വരുന്ന 5.5 ലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരെ മുഴുവനും അണിനിരത്തിക്കൊണ്ട് കേരളത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കാണാൻ കഴിയാത്ത ആ അച്ചടക്ക ബോധം. ഇങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി, അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ലഹരി ഉപയോഗിക്കുന്നതിനെതിരെയുള്ള പോരാട്ടം, ഇത് മുഴുവനും മുറുകെ പിടിച്ചുകൊണ്ട് യുവതലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് യുവതലമുറയ്ക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കുള്ള വഴി ഇതാണ്. വെറുതെ ഏതെങ്കിലും ഒരു നയരേഖ അവതരിപ്പിച്ചിട്ട് ഗിമിക്കല്ല എപ്പോഴും ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM ഉൾപ്പെടുന്ന പാർട്ടി ചെയ്യുന്നത്. അവരെപ്പോഴും അതിനകത്ത് അവർ നടപ്പിലാക്കാൻ കഴിയുന്നത് മാത്രമേ പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടത്. ഇപ്പൊ താഴെത്തട്ട് മുതൽ, ഇപ്പോ ശ്രീ ശരത് സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിലെ പ്രവർത്തകരെ മുഴുവനും ഇതിലേക്ക് കൊണ്ടുവരുന്നു. പലർക്കും പല നിരാശകൾ, പല പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പാർട്ടിയുടെ അടുത്ത നയപരിപാടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ പല കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവനും അത് പാർട്ടി പ്രവർത്തകരിലായാലും ശരി തന്നെ, സാധാരണ ജനങ്ങളിലായാലും ശരി തന്നെ, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അവർക്കെല്ലാം പറയുകയാണ് ഞങ്ങളുടെ പാർട്ടി ഇതാണ്, ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇതാണ്, അതിനോട് നിങ്ങൾക്കും സഹകരിക്കണം, നിങ്ങളുടെ പിന്തുണ വേണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ചത്. അതിപ്പോ കായിക മേഖലയാണെങ്കിലും സാംസ്കാരിക മേഖല, തൊഴിൽ മേഖല, മുഴുവനും മേഖലകളിലേക്ക് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പാർട്ടി പ്രചരണ പരിപാടികൾ എത്തിക്കുകയും അതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത് പാർട്ടിയുടെ നയപരിപാടികൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. സോഷ്യലിസമാണ് യഥാർത്ഥ മാതൃക. സോഷ്യലിസമാണ് നമ്മുടെ നാടിന്റെ സമത്വത്തിന് ആവശ്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ പാരീസ് കമ്മ്യൂണിലുള്ള ഒരു സന്ദേശം. ആ സന്ദേശം ജനങ്ങളിൽ ഇപ്പോഴും എത്തിക്കുകയായിരുന്നു ഈ CPIM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. അത് ഇന്നലെ ചെങ്കടലാക്കി മിസ്റ്റർ സൈത്ത് ഉൾപ്പെടെ, നമ്മുടെ ശരത് ഉൾപ്പെടെ എല്ലാവരും കണ്ടു കാണുമല്ലോ. കൊല്ലത്ത് വന്നപ്പോ ആ ജനങ്ങളുടെ ഒരു ആവേശവും പ്രത്യേകിച്ച് ആ റെഡ് വാളണ്ടിയർമാരുടെ ഇതിനകത്തുള്ള ഒരു വരവും, അവരൊക്കെ നമ്മുടെ പാർട്ടി CPIMന്റെ ഒരു കരുത്ത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്താണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പ്ലസ് 1 പ്ലസ് 2 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ ഒരു അടുത്തിരിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ നടക്കുന്ന ആ വേളയിൽ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ഒരു ധൈര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകില്ല. കാര്യം യുവതലമുറ മുഴുവനും ഇത് തന്നെ ഇത്രയുമാണ്. അപ്പോ ഈ എക്സാം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത് കൊല്ലത്തിന് താങ്ങാൻ കഴിയാത്ത വിധമുള്ള വലിയ ജനപങ്കാളിത്തം ഉണ്ടായേനെ.
ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും ഈ വിശദാംശങ്ങൾ നൽകിയത്. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിപ്പിക്കുമ്പോൾ അത് ഭാവി കേരളത്തെ, ഭാവി രാഷ്ട്രീയത്തെ ഏതൊക്കെ തരത്തിൽ, വിശേഷിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എത്രമാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാകും, അതിന് ഉതകുന്ന നയ സമീപനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ, സംഘടനയുടെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായ വളർച്ചയും അതിനിടയിലൂടെ ഈ കാലയളവിലൂടെ കടന്നുപോയ കാലത്തെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ, തിരുത്തേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വളരെ ആഴത്തിൽ, വളരെ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കി CPM-നെ അടുത്ത 3 വർഷക്കാലത്തേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധത്തിലേക്ക് സംഘടനാപരമായി കെട്ടുറപ്പുള്ളതാക്കുക, നവീകരിക്കുക എന്നത് ഒരു ഭാഗം. മറുഭാഗത്ത് തുടർച്ചയായി കേരളത്തെ ഭരിക്കുന്ന, മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഭാവി കേരളത്തെ സംബന്ധിച്ച്, നവകേരളത്തെ സംബന്ധിച്ച് ഇനി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അധിക വിഭവ സമാഹരണത്തിന് കേന്ദ്ര സർക്കാർ അതിശക്തമായി കേരളത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട സാമ്പത്തികമായ സഹായങ്ങളും വേണ്ട പണവും, നമുക്ക് അവകാശപ്പെട്ട പണവും വിഹിതവും എല്ലാം വെട്ടിക്കുറയ്ക്കുമ്പോഴും തരാതെയും ഇരിക്കുമ്പോൾ അതിന് ബദലായി നമ്മൾക്ക് ധനസമാഹരണം നടത്തേണ്ടതുണ്ട്, വിഭവം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരൻ്റെയും തൊഴിലാളികളുടെയും ഒക്കെ ഉന്നമനം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വ്യവസായവൽക്കരണം, ഇതിലേക്ക് പോകണം എന്ന നിലയിൽ കേരളം നിൽക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സംസ്ഥാനമായി പല ഘടകങ്ങൾ, ഏത് ഘടകമെടുത്താലും കേരളം എന്ന നിലനിൽക്കുന്നു. ആ നിലയിൽ നിന്ന് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയും വിധത്തിലേക്കുള്ള നടപടികളൊക്കെയാണ് സ്വീകരിക്കേണ്ടത്. ആ രീതിയിലുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് CPIM സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്.